അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം നേരത്തെ എത്തിച്ചിരുന്നു. സെബാസ്റ്റ്യനുമായി ചേർന്ന അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. രഘുനാഥ് നാരായണനും ഷിനോജുമാണ് നമുക്കൊപ്പം പള്ളിപ്പുറത്തെ ഈ വീട്ടിൽ നിന്ന് ചേരുന്നത്. രഘു, ഷിനോജ്, മണ്ണുമാന്തി യന്ത്രം എത്തിച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ പിന്നിടുന്നു. കാര്യമായി എവിടെയെങ്കിലും മണ്ണ് മാറ്റി പരിശോധന നടത്തിയോ? ഇപ്പം രഘു തന്നെ നേരത്തെ സൂചിപ്പിച്ചപോലെ വളരെ ദുരൂഹമായൊരു വീടും പറമ്പുമൊക്കെയാണ്. എവിടെയാണ് പോലീസ് തിരയുന്നത്? എന്തെങ്കിലും ഒരു സ്പോട്ട് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നുണ്ടോ? ഇയാൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ടോ? അതോ അവിടെയും പോലീസിനെ കബളിപ്പിക്കുകയാണോ? ദിവിഷ്, പരിശോധന തുടങ്ങിയിട്ടില്ല. JCB നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത ആ ഭാഗത്താണ് എത്തിച്ചിട്ടുള്ളത്. അവിടുത്തെ നേരത്തെ മുൻപ് കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത സ്ഥലത്ത് തന്നെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്താണോ പരിശോധന നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ എവിടെയാണ് പരിശോധന നടത്തുക എന്നുള്ളത്. ധാരാളം ഉദ്യോഗസ്ഥർ, CA അടക്കമുള്ള ധാരാളം ഉദ്യോഗസ്ഥർ, വിവിധ സ്റ്റേഷനിലെ CIമാരുൾപ്പെടെയുള്ള ധാരാളം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ കോട്ടയം SP സ്ഥലത്തെത്തിയേക്കാം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സെബാസ്റ്റ്യനെയും ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ പരിശോധന ആരംഭിക്കുക. എന്തായാലും ഒരു 12 മണിക്ക് മുൻപായിട്ട് സെബാസ്റ്റ്യനെ ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ അടിമുടി ദുരൂഹമായ, അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനെ ചെറിയ കാട്ടിലൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ വീടിൻ്റെ ചുറ്റുപാടും ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് മാത്രവുമല്ല, ഈ വീട്ടിൽ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒന്നിലധികം കുളങ്ങളുമുണ്ട്. ചെറുതും വലുതുമായ ധാരാളം കുളങ്ങളുമുണ്ട്. ഈ കുളത്തിലൊക്കെ സെബാസ്റ്റ്യൻ മീൻ വളർത്തിയിരുന്നു. അത് ഈ ആഫ്രിക്കൻ മുഷി പോലെയുള്ള മത്സ്യങ്ങളായിരുന്നു. ആ മത്സ്യമൊക്കെ ഈ മനുഷ്യൻ്റെ ശരീരം ഒക്കെ മാംസങ്ങളൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള മീനുകളെയാണ് വളർത്തിയത് എന്നുള്ളതാണ് സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സിനെ അടക്കം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കിണറും കുളവുമൊക്കെ വറ്റിച്ചും പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സെബാസ്റ്റ്യൻ ആദ്യം മുതൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ കേസിൽ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഘട്ടം മുതൽ പോലീസിനെ വട്ടം ചുറ്റിക്കുന്ന, പോലീസിനോട് കാര്യമായ യാതൊരു വിവരങ്ങളും തുറന്നു പറയാത്ത, എന്തെങ്കിലുമൊക്കെ നിയമോപദേശം ഇയാൾ നേടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അനുമാനം. അത്രമേൽ കൃത്യമായിട്ട് ഒരു രീതിയിലും കുരുക്കിൽ പെടാതിരിക്കാനുള്ള ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും പോലീസിന് ഒരു തുമ്പും അന്വേഷണത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത, തുമ്പ് കൊടുക്കാത്തത്ര കാര്യമായ രീതിയിൽ കൃത്യമായ പരിശീലനം നേടിയിട്ടുള്ളതിൻ്റെ ഒരു വ്യക്തി എന്നുള്ളതുപോലെ തന്നെയാണ് സെബാസ്റ്റ്യൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നു മാത്രവുമല്ല, ഈ കേസിൻ്റെ കാലപ്പഴക്കം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. 2006 ബിന്ദു പത്മനാഭനെ കാണുന്നത്. അതെ, ഇത്രയും വർഷം മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുക പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. ഷിനോജ് കൂടി ചേരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ വീട്ടിൽ പരിശോധനയൊക്കെ നടത്താൻ ശ്രമിക്കുന്നു. രഘു പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തുക എന്നത് സാധ്യമായ കാര്യവുമല്ല. എങ്ങനെയാണ്? കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ വേണ്ടി വരുമോ? കൂടുതൽ ആളുകൾ വേണ്ടി വരുമോ? എങ്ങനെയാണ് പോലീസ് ഈ ഒരു പരിശോധന നടത്തുന്നത്? ദിവിഷ, ഈ കേസിലെ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് ശാസ്ത്രീയമായ പരിശോധന ഫലങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് DNA പരിശോധന ഫലം ഉൾപ്പെടെയുള്ളവ ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലപ്പഴക്കമുള്ള ഒരു കേസാണ്. 2006 ഈ പറയുന്ന ബിന്ദു പത്മനാഭനെ കാണാനാകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു 20 വർഷത്തോളം 19 വർഷത്തോളം ആകുന്നു അവരെ കാണാതായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കാലപ്പഴക്കമുള്ള കേസായതിനാൽ തന്നെ പരമാവധി തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള DNA പരിശോധന ഫലം ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ, അത് അസ്ഥിഭാഗം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പല്ലിൻ്റെ ക്യാപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം എന്ന് പറയുന്നത് അത് ഏറ്റുമാനൂരിൽ നിന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ 23 കാണാതായ ജൈനമ്മയുടേതാണ് എന്നൊരു നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ പല്ലിൽ നിന്ന് കിട്ടിയ ഒരു വെപ്പ് പല്ല്, ആ വെപ്പ് പല്ല്, അത്തരത്തിലൊരു വെപ്പ് പല്ല് ജൈനമ്മയ്ക്ക് ഇല്ല എന്നൊരു വിശദീകരണമാണ് നിലവിൽ ജൈനമ്മയുടെ കുടുംബം നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വെപ്പ് പല്ല് ഉള്ളത് അത് 2012 വാരനാട് നിന്ന് കാണാതായ ഐഷയ്ക്കാണ് എന്ന് ഒരു നിഗമനം ക്രൈംബ്രാഞ്ചിനുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് വളരെ മൊത്തത്തിലൊരു ദുരൂഹമായ വീടും പറമ്പും ഒക്കെ തന്നെയാണ്. അതിനാൽ തന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകണമെങ്കിൽ DNA പരിശോധന ഫലം ഇതിൽ വളരെ പ്രധാനമാണ്. ഒപ്പം മറ്റേതെങ്കിലും തരത്തിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഈ ചേർത്തല ഭാഗത്തു നിന്ന് കാണാതായ 40 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ, മിസ്സിംഗ് കേസുകളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം തന്നെ തേടിയിട്ടുമുണ്ട്. ആ ഒരു കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ, ആ ഒരു വിവരങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ പറമ്പിൽ ഈ പറമ്പെന്ന് പറയുന്നത് 2.5 ഏക്കറോളം വരുന്ന പറമ്പാണ്. ഈ പറമ്പിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ മറവ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമാണ് നിലവിൽ
ക്രൈംബ്രാഞ്ചിനുള്ളത്. ഒപ്പം ഈ വീടിനകത്ത് ഒരു മുറിയുണ്ട്. ആ മുറിയുടെ ഒരു ഭാഗം ഈ ഇടയ്ക്ക്, അതായത് ഒരു വർഷത്തിനിടയിൽ ഗ്രാനൈറ്റ് കൊണ്ട് തറയിട്ടതാണ്. മറ്റു മുറികളൊക്കെ തന്നെ പഴയ തറയാണ്. പക്ഷേ ആ ഒരു മുറിയിൽ മാത്രം ഇത്തരത്തിൽ പുതിയ ഗ്രാനൈറ്റ് കണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ആ മുറിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ശരീരഭാഗങ്ങൾ മറവ് ചെയ്തു എന്ന സംശയം ക്രൈംബ്രാഞ്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ആ തറ, അതിൻ്റെ ഈ മുറിയുടെ തറ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കുഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുളം വറ്റിച്ചുള്ള പരിശോധന ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെയുള്ളവ ഈ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുമുണ്ട്. എന്തായാലും ഈ കേസിൽ രഘു തുടരുന്നുണ്ട്. രഘു, ഇപ്പോൾ പോലീസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരോധാന കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ വേറൊരു തരത്തിൽ ഏകദേശം സമാനമായ നിലയിലാണ്. അവിടെയാണെങ്കിൽ വിവരങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കേസുകളുടെ വിവരങ്ങളാണ് പോലീസ് തേടുന്നത്? അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രത്തോളമായി? എന്തെങ്കിലും ഒരു സംശയിക്കത്തക്കതായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ദിവിഷ്, സെബാസ്റ്റ്യനെ സംശയമുനയിലുള്ള 3 കേസുകളിലാണ് കാര്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നത്. ഒന്ന് ബിന്ദു പത്മനാഭൻ, ഇത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. കാരണം അതിനകത്തൊരു തെളിവ്, അതായത് ബിന്ദു പത്മനാഭനുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ബിന്ദു പത്മനാഭന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വസ്തുക്കൾ, അതും എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ സെബാസ്റ്റ്യൻ വ്യാജരേഖ ചമച്ച് വിറ്റിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ പോലീസിനൊക്കെ ആദ്യ ഭാഗത്തൊക്കെ ഒരു വീഴ്ചയുണ്ടായി എന്നുള്ളത് സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വേണം ചോദിക്കാൻ. കാരണം ഈ കേസിൽ പ്രതിയായിരുന്നു ഇയാളുടെ സ്വന്തം സഹചാരിയായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാൾ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ കേസുമായിട്ട് കണക്ട് ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനു മുൻപേ കുറച്ചുകൂടെ ഒരു ഊർജ്ജസ്വലത അതിനകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ശരി, രഘുനാഥ് നാരായണനും ഷിനോജുമാണ് വിവരങ്ങൾ നൽകിയിരുന്നത്.